അകത്തിരുന്നിട്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഈ 10, 11, 12 ഗ്രൂപ്പുകാർ ഇപ്പോൾ നമ്മുടെ അടുത്ത് വളരെ സൈസ് ചെറുതായിട്ട് നമ്മൾ ഹൈറ്റ് ഇല്ലാതെ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കും. സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഈ കാറ്റഗറി കുട്ടികൾ ഈ കോവിഡ് കാലത്ത് ഈ 10, 11, 12 വയസ്സ് കവർ ചെയ്ത കുട്ടികൾ ഇപ്പോൾ ആ മറ്റ് ഇതിലുള്ള കുട്ടികളെക്കാളും ഹൈറ്റ് കുറവാണ്. ഇത് പല സ്കൂളിൽ നിന്നും പറഞ്ഞ പാരൻസും ഒക്കെ റിപ്പോർട്ട്സ് നമുക്ക് തരുന്നതാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല, അതിന് സത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ വെയിൽ കൊള്ളിക്കുക, നല്ലപോലെ 1 മണിക്കൂറോളം കളിപ്പിക്കുക, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ അതിനുശേഷം നമ്മൾ തൈറോയിഡ് ബേസിക് മിനിമം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയ ശേഷം. അപ്പോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കരുത് പെൺകുട്ടികൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ സ്ലോ ആകും, അപൂർവം ചിലർ മാത്രമേ വളരത്തുള്ളൂ. അതുകൊണ്ട് പീരീഡ്സ് ആണെങ്കിൽ മുമ്പ് തന്നെ ഒരു 10 വയസ്സ് 11 വയസ്സിലൊക്കെ ഹൈറ്റ് കുറവാണെങ്കിൽ ദയവേത് അവർ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അവർ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, വിറ്റാമിൻ ഡി കൊടുക്കുക, മാക്സിമം വളരാനുള്ള ചെയ്യുക. ഇനി വളർന്നില്ലെങ്കിൽ ആ സമയത്ത് ഗ്രോത്ത് ഹോർമോൺ കൊടുക്കേണ്ട സമയമാണ്. ഇനി പീരീഡ്സ് നേരത്തെ ആവാൻ സാധ്യത കുട്ടികളാണെങ്കിൽ അത് ഡിലേ ആക്കിയിട്ട് മാക്സിമം ഹൈറ്റ് കിട്ടിയ ശേഷം മാത്രം പീരീഡ്സിലേക്ക് അവർ പ്രവേശിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പെൺകുട്ടികൾ ചെയ്യുക. ആൺകുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ 18, 20, 21 വയസ്സൊന്നും അങ്ങനെ വളരാൻ സാധ്യതയില്ല. നമ്മൾ ഈ ഗ്രാഫിൽ കണ്ട പോലെ തന്നെ നമുക്കറിയാം ഈ കുട്ടികൾ വളരുന്നത് മാക്സിമം ഒരു സ്പീഡ് പോകണമെങ്കിൽ ഒരു 14, 15 വയസ്സ് വരെ ആൺകുട്ടികൾ. അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്ലോ ആവേണ്, പിന്നെ വളരത്തില്ല. വർഷത്തിൽ 7 തൊട്ട് 12, 13 സെൻറ്റിമീറ്റർ വരെ വളരുന്ന കുട്ടികൾ ഈ ഗ്രോത്ത് സ്പർട്ട് സമയത്ത് നല്ല റാപ്പിഡ് ഗ്രോത്ത് അത് സംഭവിക്കുന്നത് 10, 11, 12 വയസ്സിലാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഭക്ഷണം അവർ കഴിക്കേണ്ട സമയത്താണ്, മുതിർന്ന ശേഷമല്ല. ഈ ഗ്രോത്ത് സ്പർട്ട് ടൈമിലാണ് ഏറ്റവും കൂടുതൽ കലറി അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകണമെങ്കിൽ അദ്ദേഹം മനോ ജോൺസൺ പറഞ്ഞ പോലത്തെ വീഡിയോകൾ വൈറലായിട്ടൊക്കെ യൂട്യൂബിലൊക്കെ പോകുന്നുണ്ട്. ഡോണ്ട് നോ ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെ വീഡിയോ വിടുന്നതും ചെയ്യുന്നതും അറിയില്ലെങ്കിൽ ബെറ്റർ നോട്ട് ടു സ്പീക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.